കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് തൽക്കാലം രക്ഷപ്പെടുവാണ്. കാരണം ഗീതു ആ കൃത്യസമയത്ത് തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതെ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷന് ബേബി ഷവർ ആയിരുന്നു പ്രിയയുടെ. പക്ഷേങ്കില് അത് വേണ്ടത് പറഞ്ഞ് ഞാനാന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്പ ഏട്ടെന്ന് വെച്ചു, അതെന്താ നീ വേണ്ടെന്ന് പറഞ്ഞ്? അല്ല, അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുമല്ലേ, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് പിന്നെ ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരെ പറഞ്ഞു വിട്ടേന്ന് പറയാം. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, എന്നാലും ഇത്ര സ്നേഹം ഏട്ടനും എന്നോട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു ഓടി വന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. ഗോവിന്ദന് സന്തോഷമായി. ഈ സമയം അവർണിക തന്റെ കയ്യിലിരുന്ന് ബൊക്കെ എടുത്തുകൊണ്ടെന്ന് പ്രിയക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ അഡ്വാൻസ്ഡ് ആട്ടോ. കാരണം ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ബേബി ഷവറിന് വേണ്ടിയിട്ട് ഞാനായിട്ട് ആദ്യമായിട്ട് വിഷ് ചെയ്യുന്നത് പറയുകയാണ്. അങ്ങനെ പ്രിയയ്ക്ക് സന്തോഷമായി. ഈ സമയം ഗോവിന്ദ് ഗീതുവിനെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് അവർണിയനെ കൂട്ടിക്കൊണ്ട് ഗീതു അങ്ങോട്ട് പോവാണ്. എന്താ ഗീതു എന്നോട് എന്തോ കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ എന്താ അറിയാലോ. കാരണം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ പുറന്ന് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് നിന്റെ സഹായം കൂടിയേ തീരുള്ളൂ അവർണിക എന്ന് പറയാം. അവർണിക പറഞ്ഞു, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ഞാൻ കിഷോറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ ചോർത്താൻ ശ്രമിച്ച, പക്ഷേങ്കില് എല്ലാം ഒന്ന് പിടികൂടി എന്ന് പറയാണ് കിഷോർ. എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവർണിക പറയുക. ലാപ്ടോപ്പ് എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ആ വിവരങ്ങള് ആ വീഡിയോസൊക്കെ താൻ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കൃത്യമായിട്ട് കിഷോർ വന്നു. പിന്നീട് അതിനകത്തേരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവനത് വേറൊരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിനായിട്ട് കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല, എപ്പോഴെങ്കിലും നമ്മുടെ കൺമുന്നിൽ കിട്ടുമെന്ന് പറയാം. ഈ സമയം ഗീത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അല്ല, ഇപ്പൊ ഞാനൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്ന അജാസിനെ വെച്ചാന്ന് പറയണേ. അജാസും ഞാനും തമ്മിൽ അവിഹിതമായിട്ടൊരു ബന്ധം ഉണ്ടെന്നായി തീർക്കാനായിട്ട് എൻ്റെ ഇപ്പൊ ശ്രമം. കാരണം എന്താണെന്നറിയാവോ, എൻ്റെ പേരിലുള്ള എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തുക്കളാ അവൻ്റെയും കൂടെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ എനിക്ക് അവനെ ഡിവോഴ്സ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു വിടാനും പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവൻ ആ സ്വത്തുക്കളൊക്കെ തന്നിട്ട് അവൻ സ്വയം മനസ്സാല ഇറങ്ങിപ്പോണം. അതുകൊണ്ട് ഞാൻ അജാസിനെ വെച്ചിട്ട് കളി കളിക്കുക. പക്ഷെ അജാസിക്കായ്ക്ക് പോലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല എന്ന് പറയും. ഈ സമയം ഗീതു പറഞ്ഞ, അങ്ങനെയാണോ ഇക്കാനെ വെച്ചാണ് കളി കളിക്കുന്നത്? എന്നെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഐഡിയാസ് എന്ന് പറയണേ. എന്താ ഐഡിയാസാ? അതൊക്കെ എനിക്കുണ്ട്, ഞാൻ പറയുന്ന പോലെ ഡ്രാമ അങ്ങോട്ട് കളിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും അവർണ പറഞ്ഞു, കാര്യങ്ങൾ പറ എന്ന് പറയണേ. അങ്ങനെ ഗീത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർണയ്ക്ക് സന്തോഷമായി. എന്താ പറയണമെന്ന് നമ്മളോട് പറയുന്നില്ല കേട്ടോ, ഐഡിയാസ് എന്താന്നുള്ള കാര്യം. ഈ സമയത്ത് അജാസ് അവിടെ വരുന്നുണ്ട്. അജാസ് ചോദിച്ചു, രണ്ടുപേരും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ, എന്താ കാര്യം നിൽക്കും? അതെ, ഇക്കാനെ കുറിച്ച് തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ അജാസ് അങ്ങോട്ട് ചെന്നു. അജാസ് കഴിഞ്ഞപ്പോ അജാസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് അജാസ് തല ഉനിക്കുകയാണ്. പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് കിഷോറിന്റെ അമ്മ ഇങ്ങനെ വീടിന് പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് കിഷോറിന്റെ വരവ്. കിഷോർ വന്നപ്പോ അജാസിന്റെ വണ്ടി പുറത്ത് കിടക്കുന്നുണ്ട്. എന്താമ്മേ, ഇതാരുടെ വണ്ടി? ഇത് അവന്റെ വണ്ടിയല്ലേ? ആ അജാസിന്റെ. അജാസിന്റെ ആണോന്നോ ഒന്നും പറയണ്ട മോനെ. അവനെന്താ ഇങ്ങോട്ട് വന്നേ എന്തിനാന്നോ? ദേ അവൾ അവനെയും പിടിച്ചോണ്ട് അവിടെ കയറി ഇരിക്കുന്നുണ്ടെന്ന് പറയണ. എന്തിന്? നീ ഇല്ലാത്ത സമയം നോക്കി, കൃത്യ സമയം നോക്കി അവൻ വന്നേക്കെന്ന് പറയാ. നീ ഇങ്ങനെ ഓരോരുത്തരുടെ തെണ്ടി കഴിഞ്ഞ് നടന്നു കണ്ടോ. അവസാനം നിന്റെ പെണ്ണുമ്പോളേനെ കൊണ്ട് അവൻ അങ്ങോട്ട് പോന്നു പറയാ. എനിക്കിപ്പോ നല്ല സംശയമുണ്ട് അവളുടെ വയറ്റി വളർന്ന കുഞ്ഞ് അവന്റെ ആണോന്ന്. അവരുടെ ആ ഒട്ടിച്ചടന്നുള്ള ഇരിപ്പും നടപ്പും മട്ടും ഭാവമൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നു പറയണം. ഈ സമയം കിഷോറിന് അങ്ങനെയൊന്നും ഇല്ലാമ എന്ന് പറയണം. പിന്നെ അങ്ങനെയൊന്നും ഇല്ല പോലും, അതൊക്കെ നിന്റെ നല്ല തോന്നലല്ലേ. എടാ മോനെ, നീ ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല, അവനും പോയി പിടിച്ചിറക്കടാന്ന് പറയണം. അത് കേട്ടെന്ന് കിഷോർ, ശരിയാമേ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ വെറുതെ ഒരു ഇതായിട്ട് ഇരിക്കണേ, അതിന്റെ ആവശ്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് അവനിവിടെ നിന്ന് ഇറക്കി വിടണം, അതല്ലേ ഞാൻ തന്നെ പോയി ഇറക്കി വിടാന്ന് പറയണം. ഇറക്കി വിടുക മാത്രമല്ല, രണ്ടെണ്ണത്തിന് നാലെണ്ണം വീതം പൊട്ടിച്ചാലങ്ങോട്ട്. ഇത് കേട്ടപ്പോൾ കിഷോർ, ശരിയാമേ, അന്ന് എന്നെ അവനെ അടിച്ചിട്ടു. പക്ഷെ ഇന്നങ്ങനെയല്ല, അന്നൊരു ദിവസം അടിച്ചിട്ടെന്നുള്ളത്തോണ്ട് ഇന്ന് ഞാൻ അവന്റെ തല്ലും കൊണ്ട് നിൽക്കത്തില്ല. ഈ കിഷോർ ആരെന്ന് നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. എന്റെ പൊന്നു മോനെ ഒന്നും പറയണ്ട. അതെ, അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് അവള് ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പം പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് പറഞ്ഞു വിട്ടാ. എന്നെങ്കിലല്ലേ അവർക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോകാൻ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് മറഞ്ഞു വന്ന് നിൽക്കുകയോ ചെയ്തേ. എനിക്കങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമല്ലോ. എന്ത് ചെയ്യാനെന്ന് പറയുന്നത്? കാരണം തീപ്പെട്ടിക്കുള്ളി അരികെ വെച്ചിട്ട്, പടക്കത്തിനരികെ തീപ്പെട്ടിക്കുള്ളി അരികെ വെച്ചിട്ട് പോകുന്നൊരു അവസ്ഥയത്. അതുകൊണ്ട് എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരിടത്തേക്കും പോകാതെ ഇവിടെ തന്നെ നിന്നെന്ന് പറയാം. കിഷോർ പറഞ്ഞ്, അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവർണിക കണ്ടായിരുന്നു കിഷോർ അവിടെ നിന്ന് കയറി വരുന്നതൊക്കെ. അവർണിക പെട്ടെന്ന് അജാസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കയറി വരുന്നുണ്ട്, തുടങ്ങിക്കോ എന്ന് പറയണം. പെട്ടെന്ന് അജാസ് പറഞ്ഞു, എന്നാലും ആ ചതിയൻ ആരായിരിക്കും പോലും. കാരണം ഇത്രയും വലിയ ചതി ചെയ്തിട്ടും അതും പോരാഞ്ഞിട്ട്, കാരണം പേരുള്ള തുക അത് 50-50 ഷെയർ ആക്കിയിട്ട് എടുത്ത് അവനെ ആളെ കൊള്ളാലോ. ആരാ പേര്? ആ പേര് ഒരു വാക്കിനോട് പറഞ്ഞാൽ മതി, അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം.
അതായത് അവർണികനെ ആരോ ചതിച്ചിട്ട് അവൻ മറിഞ്ഞു നിൽക്കുകയാണ്, ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെ അങ്ങനെ വെറുതെ വിട്ട് കൂടെന്നാണ് അജാസ് പറയുന്നത്. എല്ലാം കേട്ടോണ്ട് കിഷോർ വന്നു. കിഷോറിനൊരു കാര്യം മനസ്സിലായി, ദൈവമേ, താൻ ആ ചതിയിൽ നിന്നെങ്ങാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അജാസ് എന്റെ കഥ കഴിക്കും. പെട്ടെന്ന് അജാസ് പറഞ്ഞു, ആരാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ, അവൻ അന്നത്തോടുകൂടി നമുക്ക് തീർത്ത് കളഞ്ഞേക്കാം, പിന്നെ അവൻ ഈ ഭൂമിക്ക് മീതെ ഉണ്ടാവില്ലെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് നേരെ കിഷോറിന്റെ നേരെ നോക്കണം. അല്ല കിഷോറോ, ഇതെപ്പോ വന്ന് കയറിയിരിക്കാൻ പറയണം. അങ്ങനെ കിഷോർ അകത്തേക്ക് വന്നപ്പോ അജാസ് പെട്ടെന്ന് പറഞ്ഞു, അവർണിക ഒരു ചായ എടുക്കാൻ പറയണം. കിഷോർ പെട്ടെന്ന് ഓർത്തു, ഇത് എന്റെ വീടോ അതോ ഇവന്റെ വീടോ? പിന്നീട് അവർണികയുടെ അടുത്തിരുത്താതെ തന്റെ അരികിലേക്ക് പിടിച്ചെടുത്തുവാണ് കിഷോറിനെ. ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടില്ലായിരുന്നു പറയാം. ഞാൻ പുറത്തു വരെ ഒന്ന് പോയതായിരുന്നു. അതെ കിഷോറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ രണ്ടുപേരെ ആരോ ചതിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു ഫ്രോഡ് വിളിച്ച് ചതിച്ചിട്ടുണ്ട്. കാരണം അവർണികയുടെ പേരിലുള്ള സ്വത്ത് പകുതി അയാളുടെ പേരിലേക്ക് അയാൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവനെ നമുക്ക് വെറുതെ വിട്ടുകൂടാ. അവർണിക പറഞ്ഞ അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാന്നാ. പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല കിഷോറെ. കിഷോർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇതേ ഇപ്പൊ ഈ സ്പോട്ടിൽ തന്നെ അവനെ അങ്ങ് തീർത്തേക്കാന്ന് പറയണം. കിഷോറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കിഷോർ ആകെപ്പാടെ ചമ്മി നിൽക്കുവാണ്. ദൈവമേ, തന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. തന്റെ ജീവൻ ഇങ്ങനെയാണ് മിക്കവാറും തന്നെ മുകളിലേക്ക് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് അജാസ് ചോദിച്ചു, അല്ല കിഷോർ അറിയാവോ? അത് ആരാന്ന് അറിയാമെന്ന് ചോദിക്കാം. കിഷോർ അതെങ്ങനെ എനിക്കറിയാൻ പറ്റും? എനിക്കറിയില്ല എന്ന് പറയണം. ഈ അവർണിയോട് ഞാൻ ചോദിച്ചിട്ട് അവർണിക പേര് പറഞ്ഞില്ല എന്ന് പറയണം. അവർണിക ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പെട്ടെന്ന് അവർണിക പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറയാന്ന് പറയണം. പറഞ്ഞു കേട്ടല്ലോ. കിഷോറിനെ ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ കേട്ടോ, പേടിക്കാനൊന്നുമില്ല, എന്തേലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ ആ ചതിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവനോട്ടാണ് പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന അജാസ്. ഈ സമയം പുറത്ത് നിന്ന് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു കിഷോറിന്റെ അമ്മ. എങ്ങനെയായി തീരും എന്തായി തീരും എന്നുള്ള അവസ്ഥയില്. ഈ സമയം അവർണിക കിഷോറിന് പറഞ്ഞു, ഒരു വാക്ക് നിന്റെ പേരൊന്നും ഉച്ചരിച്ചായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്റെ വെറുതെ വിടത്തില്ലായിരുന്നു അജാസ്. അത് മാത്രമല്ല, പറഞ്ഞു കേട്ടായിരുന്നു, ഒരു ഡയലോഗും കൂടെ അജാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ചതിയനാണ്. ചതിയൻ മാത്രമല്ല, അവൻ പെണ്ണുപിടിയനാന്നും കൂടെ അവർണിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണോ? അന്നെങ്കിൽ നമുക്ക് അവന്റെ ഒരു അവയവം കട്ട് ചെയ്തെടുക്കാം. പെണ്ണുപിടിയനായി കഴിയുമ്പം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തന്നെ വേണം നമുക്ക് എടുക്കാനെന്ന് അവൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കിഷോറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ എന്ത് വേണമെന്ന് കിഷോർ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർണിക അങ്ങോട്ട് പോകുന്നത്. കിഷോറിന്റെ ഒരു കാര്യം ഉറപ്പായി, ഇനി താൻ എന്തേലും ചെറുവരില്ല അയക്കാൻ പോലും അജാസ് വെറുതെ ഇരിക്കില്ലെന്ന്. ആ സമയം കിഷോറിന്റെ അമ്മയും കൂടി ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല അവൻ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, മോൻ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കും. പറഞ്ഞോന്നോ? അവനോട് മേലായി പഠിക്കാത്ത കേരളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തേലും ചെയ്തിട്ടുണ്ട് അവന്റെ കർണം അടിച്ചാൻ പോയിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും അവൻ എന്നെ പേടിയാമേ. അതുകൊണ്ടല്ലേ അവൻ ഞാൻ വന്ന ഉടനെ ഇറങ്ങി ഓടിപ്പോയത്. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. എന്നാലും മോനെ, അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങോട്ടുള്ള വരവ് അവന്റെ നിർത്താം, അറിയാലോ. അതൊന്നും കുഴപ്പമില്ല, അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണമെന്ന് പറയാം. പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് രാധികാമ്മയെ ഭരണമൊക്കെ ഇരിക്കുവാണ്. ഈ സമയത്ത് ദേഹ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും കൂടെ പ്ലേറ്റ് വെക്കുവാണ്. ഗോവിന്ദൻ പ്ലേറ്റ് വെച്ചിട്ട് കാഞ്ചന വിളമ്പാൻ തുടങ്ങിയപ്പോഴത്തേനും ഗീത അങ്ങോട്ട് വരുന്നത്. ഗീത പെട്ടെന്ന് എന്ത് ചെയ്യണം, ഗീത വിളമ്പാനായിട്ട് വിളമ്പുന്ന പാത്രം എടുക്കുവാണ്. ഇത് കണ്ടപ്പോഴത്തേനും രാധിക പറഞ്ഞു, അതേ നീ വിളമ്പി കൊടുക്കണ്ട രേഹേ, നീ വിളമ്പി കൊടുക്കാൻ പറയാണ്. ഇത് കേട്ടത് ഗീത എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്തു പോലില്ല. ആ പാത്രത്തിനകത്തേക്ക് കുറെ ചപ്പാത്തി അങ്ങോട്ട് വെക്കുവാണ്. 2 പേർക്കുള്ള ചപ്പാത്തി വെച്ചു. പിന്നെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിനകത്ത് കുറെ കറി എടുക്കുവാണ്. 2 പേർക്കുള്ള ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് അതുമായിട്ട് നേരെ അങ്ങോട്ട് പോവാ. ഇത് കണ്ടതും രാധിക പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ണം വിചാരിച്ച് അവന് വേണ്ടി അവള് ഫുഡ് വിളമ്പി കൊടുക്കുവെന്നാ ഇപ്പൊ മനസ്സിലായില്ലേ. കാരണം ഗോവിന്ദൻ നോക്കിയിട്ട് കണ്ണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗീതു മുറിയിലേക്ക് വരാനായിട്ട്. ഞാൻ ഫുഡുമായിട്ട് അങ്ങോട്ട് പോയേക്കാം, അവിടെ വന്നിരുന്ന് കഴിക്കാന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഗോവിന്ദന് കാര്യം മനസ്സിലായി. പക്ഷെങ്കിൽ ഇവിടുന്ന് എങ്ങനെ എഴുന്നേറ്റ് പോകും? ഗോവിന്ദ് പെട്ടെന്ന് എന്ത് ചെയ്യണം, പതുക്കെ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. അതേ എനിക്കെന്തോ ഇപ്പൊ നല്ല വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. ഇത് കേട്ട് രാധിക പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ട, നീ കഴിക്ക രേഖ, നീ അവന് വിളമ്പി കൊടുക്കാൻ പറയാണ്. രേഖ പെട്ടെന്ന് വിളമ്പി കൊടുക്കാൻ വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗോവിന്ദൻ എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ അവള് മുറിയിൽ ചെന്നേമ്പോ ഇനിയിപ്പൊ താൻ പുറകെ ചെന്നില്ലെങ്കിൽ അവൾ ഇനി അത് മതി വഴക്കുണ്ടാക്കാനായിട്ട്. ഗോവിന്ദന് കഴിക്കാതിരിക്കാൻ പറ്റുമോ ആയിരുന്നില്ല. പിന്നീട് ഗീതു മുറിയിലേക്ക് എന്നാൽ ഫുഡൊക്കെ വെച്ചു. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഗോവിന്ദന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറെ സമയം ഗീതുവിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഗീതു അവസാനം വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുക. ഈ സമയത്ത് ഗോവിന്ദ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ രഞ്ജു അവിടെ ഇരിക്കുന്നുണ്ട്. രഞ്ജിനോട് വന്നിട്ട് ചോദിച്ചു, അല്ല ഗീതുവിനെ കണ്ടില്ലേ നിൽക്കും? ഇല്ല ഗീതുവിനെ കണ്ടില്ല, ഞാനോടത്ത് അവള് ഇവിടെ വന്നിട്ട് ടിവിയും കണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കുന്നു. ഇങ്ങോട്ട് വന്നില്ല എന്ന് പറയണം. ഒരു പക്ഷെങ്കിൽ പ്രിയയുടെ മുറി കാണുമായിരിക്കും, അവൾ അവിടെ ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ചെറിയ തൊണ്ടയ്ക്ക് വേനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.